ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് അത്താഴത്തിന് വെള്ളയപ്പവും എഗ് റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെള്ളയപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇനി ചായ കൂടി ഒന്ന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ എഗ് റോസ്റ്റ് ഞാൻ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്കുള്ള പാലും വെള്ളവും കൂടി അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കിച്ചണൊന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ 6:30 ഒരു 6:45 ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നനക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും വരലുണ്ട്. അപ്പോൾ മുകളിലാണ് കൂടുതൽ നനക്കാനുള്ളത്. അതുകൊണ്ട് താഴെയാണ് സ്വിച്ചൊക്കെ വരുന്നത്. അപ്പോൾ താഴെ ഒരാൾ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞാനും കൂടി വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പണികളും കാര്യങ്ങളൊക്കെ എവിടെ വരെ ആയി എന്നൊക്കെ കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ അകത്തേക്ക് കയറിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ടൈലൊക്കെ മൊത്തം കളഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിലും കൂടി ടൈലിടുന്നത് കൊണ്ട് എല്ലാം ഒരേപോലെ ആയിരിക്കണമല്ലോ. വയറിങ്ങും പ്ലംബിങ്ങും ഒക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ ജിപ്സത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയറിൻ്റെ അവിടുത്തെ ആ സ്പേസിലാണ് നമ്മുടെ കോർട്ട്യാർഡ് വരുന്നത്. ചെറിയ ഒരു കോർട്ട്യാർഡാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ കിച്ചൺ വരുന്നത്. ഇനിയിപ്പോൾ മുകളിലേക്ക് നമുക്കൊന്ന് കയറി കാണാം കേട്ടോ. വെള്ളത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ ഗ്ലാസ് ഇടാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയറിങ്ങും പ്ലംബിങ്ങും അതുപോലെ തന്നെ ജിപ്സത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൂ കേട്ടോ. ഇവിടെയാണ് നമ്മുടെ മീഡിയ റൂം വരുന്നത്. അതായത് TV യൂണിറ്റ് സെറ്റ് ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മേളിലത്തെ ലിവിങ് റൂം വരുന്നത്. അതുപോലെ തന്നെ തേപ്പും കാര്യങ്ങളും ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇനി മേളിൽ കുറച്ച് ഭാഗം കൂടി തേക്കാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മേളിലത്തെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. പിന്നെ ആ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വേറെ റൂമും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ഒരു ചെറിയ റൂമും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മെഷീനും കാര്യങ്ങളൊക്കെ താഴത്താണ് വെച്ചിരുന്നത്. അതിപ്പോൾ മുകളിലേക്ക് ആക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പ്ലഗും കാര്യങ്ങളൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ പുട്ടി വർക്ക് ഉണ്ട്, അതുപോലെ ടൈൽ ഇടണം ഇൻഷാ അള്ളാ. അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇന്നിപ്പോൾ മക്കൾക്ക് 3 പേർക്കും ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ ഇളയ ആൾ 10th അപ്പോൾ മോൾക്ക് ഈ കഴിഞ്ഞ 2-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൂത്തയാൾ CMA ആണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മാസത്തെ കോഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെ പോവാണ്. രണ്ടാമത്തെ ആൾ BCA കഴിഞ്ഞു. ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 3 പേരും പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മീഷോയിൽ നിന്ന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് LED പില്ലർ ക്യാൻഡിൽസ് ആണ്. സ്മോൾ, മീഡിയം, ലാർജ് എങ്ങനെയാണ് കേട്ടോ വരുന്നത്. 3 പീസാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു മെറ്റൽ ഹുക്കാണ് കേട്ടോ വരുന്നത്. ഹാങ്ങറായിട്ടും അതുപോലെ ഓർഗനൈസറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് ഹാറ്റ്, ബാഗ്, അതുപോലെ തന്നെ കപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹുക്കാണ് കേട്ടോ ഇത്. അതുപോലെ നമുക്ക് കിച്ചൺ ടവലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ഹാങ് ചെയ്തിട്ടാൽ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ ഇതൊരു ഓയിൽ ഡിസ്പെൻസറാണ്. നമുക്കിത് സിലിക്കൺ ബ്രഷാണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ല അടിപൊളി ഒരു ഡിസ്പെൻസറാണ്. പിന്നെ ഇതൊരു ഏപ്രൺ ആണ്. ഇതിന് ബാക്ക് സ്ട്രാപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ സെൻറ്റർ പോക്കറ്റ് വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് ടവലാണ് കേട്ടോ. സൈഡിൽ 2 സൈഡിലും ഇങ്ങനെ ഹാൻഡ് ടവൽ വരുന്നുണ്ട്. വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതൊരു ഹാൻഡ് ടവലാണ് കേട്ടോ. ഇത് നമുക്ക് വാഷ് ബേസിൻ്റെയും അതുപോലെ തന്നെ കിച്ചൺ ടവലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു ആർട്ടിഫിഷ്യൽ പിങ്ക് ബ്ലോസമാണ്. അത്യാവശ്യം നല്ല ലെങ്തിലാണ് ഇത് വരുന്നത്. നല്ല കളറാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇത് മൈക്രോഫൈബർ കിച്ചൺ ടവൽസ് ആണ്. ഒരു പാക്കിൽ തന്നെ 6 വരുന്നത്. കോട്ടൺ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ പുഡിങ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ പുഡിങ്ങിൻ്റെ കാര്യം ഒന്ന് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. അതായത് 250 ml കപ്പിൽ 2 കപ്പ് പാലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ, കുറച്ച് പാല് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സേമിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിട്ടൊന്ന് പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നട്ട്സ് ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. കുറച്ച് നട്ട്സും കൂടി ഒന്ന് വറുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ട്രേയിലേക്ക് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സേമിയയും കൂടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് മുകളിൽ കുറച്ച് സേമിയ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നട്ട്സും ബദാമൊക്കെ ഒന്ന് പൊടിച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് കസ്റ്റാർഡ് മിൽക്കും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ലൈനസ്റ്റ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കംഫർട്ടർ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബെഡ്ഷീറ്റും 2 പില്ലോ കവറും ഒരു കംഫർട്ടറും അങ്ങനെ 4 പീസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വിരിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ മന്തി മസാലയും പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചതും 2 ചിക്കൻ സ്റ്റോക്കും ചേർത്തിട്ടുണ്ട്.
പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പിലും താഴെ ഓയിൽ ചേർത്തിട്ടുണ്ട്. ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഡ്രൈ ലെമണും പട്ടയും 2 ഗ്രാമ്പും ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ മുഴുവൻ മല്ലിയും പിന്നെ ഗ്രാമ്പു, പട്ട, ഡ്രൈ ലെമൺ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഏലക്കയും പിന്നെ അല്പം ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുത്തു. ഹാഫ് വേവായപ്പോൾ തന്നെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി ഞാൻ കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി അല്പം വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും അതുപോലെ തന്നെ കലക്കിയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ വിസിൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ 2 മീഡിയം സൈസിലെ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളൊക്കെ വഴന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ബീഫ് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. അതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു എഗ്ഗ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നമുക്ക് പരത്തി ദോശയാക്കി എടുക്കാം. എന്നിട്ട് മിഡിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഫില്ലിങ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ദോശ ചുട്ടിട്ട് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പാനിൽ ബട്ടർ ഒഴിച്ചിട്ട് അതൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ കുറച്ച് ചീസും കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് വരെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ മന്തി റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊരു ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്മോക്ക് കൂടി ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി മന്തി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ചട്നി കൂടി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. പാൻ കൊടുക്കാനുള്ള സമയമായി വരുന്നുണ്ട്. എല്ലാം ഒന്ന് എടുത്ത് ടേബിളിലേക്ക് ഒന്ന് വെക്കാണ്. അപ്പോൾ വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ നോമ്പ് തുറക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.